ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജൈവ ചൈതന്യമുള്ള രണ്ട് ജീവിതങ്ങളാണ്. അവർക്ക് അവരുടേതായ ഡിസയേഴ്സും അവർക്ക് അവരുടേതായ ഡ്രീംസും ഉണ്ട്. എൻ്റെ മകൻ ഡാൻസർ ആകണമെന്നോ മകൾ അശ്വമേധം കളിക്കണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല, താല്പര്യവുമില്ല. വെൻ ഇറ്റ് കംസ് ടു സാറിൻ്റെ ഒരു ആശയം ഞാൻ കേട്ടിട്ടുണ്ട്, സ്വതന്ത്രമായി സ്വപ്നം കാണാനും തീരുമാനമെടുക്കാനും മക്കളെ സ്വാതന്ത്ര്യം നൽകുന്ന മാതാപിതാക്കൾ ഉള്ള നാട്ടിൽ മാത്രമേ നല്ല ആശയങ്ങൾ ജനിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ഐഡിയാസ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പേരൻറ്റിങ്ങിൽ ആസ് എ പേരൻറ്റ് സാർ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പേരൻറ്റിങ്ങിനെ കാണുന്നത്? മക്കളുടെ ഉടമസ്ഥരല്ല പാരൻസ്. ഇപ്പോ മലയാളിക്ക് പക്ഷെ അങ്ങനെ ഒരു തോന്നലുണ്ട്. എൻ്റെ ഷർട്ട് എനിക്കിഷ്ടംപോലെ ധരിക്കാം, ചിലപ്പോൾ തിരിച്ചിടാം, ചിലപ്പോൾ ഫസ്റ്റ് ബട്ടൺ ഹോളിൽ എൻ്റെ ബട്ടൺ ഞാൻ മനഃപൂർവ്വം സെക്കൻഡ് ഹോളിൽ ഇട്ടൊരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കാം, ചിലപ്പോൾ ഒരു കൈ മടക്കി വെച്ചും ഒരു കൈ ഫുൾ സ്ലീവ് ആക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ബിക്കോസ് ഇറ്റ്സ് മൈ ഷർട്ട്. ആ ഷർട്ടിന് ഇതിങ്ങനെയാണ് ധരിക്കപ്പെടേണ്ടത് എന്നൊരു നിയന്ത്രണമില്ല. പക്ഷെ മക്കളുടെ കാര്യത്തിൽ അതല്ല, മക്കളുടെ ഉടമസ്ഥരല്ല പാരൻസ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജൈവ ചൈതന്യമുള്ള രണ്ട് ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ജീവിതമാണ് മകൻ അല്ലെങ്കിൽ മകൾ. അവർക്ക് അവരുടേതായ ഡിസയേഴ്സും അവർക്ക് അവരുടേതായ ഡ്രീംസും ഉണ്ട്. എൻ്റെ മകൻ ഡാൻസർ ആകണമെന്നോ മകൾ അശ്വമേധം കളിക്കണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല, താല്പര്യവുമില്ല. അവർക്കെന്താണോ സ്വപ്നം, അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ പറക്കണം.